നമസ്കാരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ നാളത്തെ മത്സരത്തിൽ ഇൻ്റർ മിലാനും ബാഴ്സലോണയും തമ്മിലുള്ള കളിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ പാദത്തിൽ കാമ്പ് നൂവിൽ കളി കഴിഞ്ഞപ്പോൾ കളി 3-3 കളി പിരിഞ്ഞു. നല്ല കളിയായിരുന്നു, സൂപ്പർ കളിയായിരുന്നു. ഏതൊരു ഫുട്ബോൾ പ്രേമിയും കാണാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സെമി ഫൈനലായിരുന്നത്. പക്ഷേ സെക്കൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്, സാൻ സിറോയിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എളുപ്പത്തിൽ ബാഴ്സലോണക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ബാഴ്സലോണ കറൻ്റ്ലി ഭയങ്കര ഫോമാണ്. കാരണം 2 ഗോൾ കൺസീഡ് ചെയ്തിട്ടാണ് ബാഴ്സലോണ 2-2 വന്ന് കളി 3-3 പിരിഞ്ഞത്. പക്ഷേ ബാഴ്സലോണെ സംബന്ധിച്ചോളം ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു താരതമ്യത്തിൻ്റെ ബാഴ്സലോണക്ക് ആവശ്യമില്ല. കാരണം ബാഴ്സലോണ ഓൾറെഡി ഗംഭീര ഫോമാണ്. ഏത് ലെഗാണെങ്കിലും ഏത് ഹോമാണെങ്കിലും ഇപ്പോൾ റയലിൻ്റെ ഹോമിലൊക്കെ പോയിട്ട് സുഖമായിട്ട് ജയിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അവർ അവരെ കളിയും അവരെ മൊത്തത്തിൽ ബാഴ്സലോണ വളരെയധികം ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ വളരെയധികം ചേഞ്ചായി. പക്ഷേ ഇൻസാഗിയുടെ ഇൻ്റർ മിലാനെ ഒരിക്കലും ചുരുക്കി കാണണ്ട. കാരണം ഡിഫെൻസീവിലും ഒഫൻസീവിലും നല്ല ടീമുണ്ട്. കാരണം ബാക്കിലാണെങ്കിലും ഡിഫെൻഡിങ്ങിലാണെങ്കിലും അറ്റാക്കിങ്ങിൽ ലാത്തുറോ മാർട്ടിനസ് ആണെങ്കിലും ബാരെല്ല സെൻറ്ററിലുണ്ട്. അങ്ങനെ പ്രതിഭാധനരായ കളിക്കാർ അവരയിലുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ സാൻ സിറോയിൽ ഇൻ്റർ മിലാനെ ജയിച്ച് കയറാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരിക്കലും ആദ്യ പാദം 3-3 പിരിയുന്ന ഒരാളും വിചാരിച്ചില്ല. ആ ഒരു കളിയാണ് നേരെ തിരിച്ചു വന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാൻ സിറോയിൽ ഗംഭീര കളിയായിരിക്കും. ഇതേപോലത്തെ 3-3 സ്കോർ വരില്ലായിരിക്കും. പക്ഷേ കളി നല്ല കളിയാണ്. ബാഴ്സലോണക്കും ഇൻ്റർ മിലാനും നിർണായക മാച്ചാണ്. എന്തായാലും നമുക്ക് കളി നേരിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.